മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനം കൂടുതലുള്ളതെന്ന് സാർ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ദാരിദ്ര്യമാണോ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ ശരിക്കും കുട്ടികളെ തെരുവിലേക്ക് ഇറക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം? തീർച്ചയായിട്ടും ദാരിദ്ര്യമാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഇപ്പോൾ ഇവരെ രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഭൂരിഭാഗം കുട്ടികളും തെരുവിലേക്ക് പോകുന്നത്. ഇപ്പോൾ ദാരിദ്ര്യം ഒരു വശം, ഒപ്പം തന്നെ ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ഇവരെ എന്താ പറയുക, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നില്ല, ഒരു അവയർനെസ് ഇവർക്ക് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഫാമിലി പ്ലാനിങ് തന്നെ ഇവർക്ക് വരുന്നില്ല. ഇപ്പോൾ ജനസേവ കഴിഞ്ഞ ഒരു 2003 കോട്ടയത്ത് ഏറ്റുമാനൂർ അമ്പലത്തിന് മുമ്പ് നിന്ന് ഒരു 10 കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഒരമ്മ 10 കുട്ടികളെ പ്രസവിച്ചിരിക്കുകയാണ്, ഒരു സ്ത്രീ. നിനക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 10 പേരുണ്ട്. എത്രയാ? 10 മക്കളുണ്ട്. 10 മക്കളുണ്ട്. മക്കളുടെ പേരൊക്കെ പറയാമോ? സത്യ, വിക്കലമാർത്തൻ, എസയ്ക്ക് അമ്മ, ഉമ്മ, മണികണ്ഠൻ, അയ്യപ്പൻ, ഉമ്മ. ബാക്കിയുള്ള അത്രയേ. 10 പേര്. 10 പേര്. അവരൊക്കെ എന്ത് ചെയ്യണേ? ഒന്നും ചെയ്യില്ല. ഇതുപോലെ ധർമ്മ മേടിക്കാൻ പോകും. ധർമ്മ മേടിക്കാൻ വീടൊക്കെ ഉണ്ടോ? വീട് നാട്ടിലുണ്ട്, കുടലുണ്ട്. ഇവിടെ നമ്മൾ 6 മാസം വീട്, 6 മാസം കാട്, 6 മാസം വീട് നാട്ടിലിരിക്കും, 6 മാസം ഇവിടെ ഇരിക്കും. പൈസ 10 രൂപ. നമ്മൾ ചോറൊക്കെ വെക്കണല്ലോ, ചോറൊക്കെ വെച്ച് കളിക്കണം. മുത്തു. മുത്തു. അത് പൈക്കാ കള്ള് കുടിക്കും. ആ 10 കുട്ടികളെ പ്രസവിച്ചിട്ട് ഈ 10 കുട്ടികളുടെ മുഴുവനും ഇങ്ങനെ അവരെ ഭിക്ഷാടനത്തിനും അല്ലെങ്കിൽ ചില മുതിർന്ന കുട്ടികളെ കളവിനും ഇടുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തക വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് രക്ഷപ്പെടുത്താൻ ചെന്നു. പോലീസിൻ്റെ നാട്ടുകാരെ സഹകരണത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അതിൽ 5 കുട്ടികളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ബാക്കി 5 പേരും വലുതായിപ്പോയി. അവർ 15, 16, 17 വയസ്സ് പ്രായമായി. അവരൊക്കെ ഇപ്പോൾ കളവാണ്. അപ്പോൾ ഈ ബാക്കി ചെറിയ കുട്ടികളെ നമ്മൾ 5 പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പോൾ ഒരു സ്ത്രീക്ക് 10 മക്കളാണ് എന്ന് ആലോചിച്ച് വയ്ക്കാൻ. അപ്പോൾ ഇവർക്കൊന്നും ഫാമിലി പ്ലാനിംഗ് ഒന്നും എത്തുന്നില്ല. അപ്പോൾ ഫാമിലി പ്ലാനിങ് ഇവിടെ വളരെ എന്താ പറയുക, നമ്മൾ വളരെ ആഘോഷിക്കുന്ന സംഭവമാണ്. ഇന്ത്യയിലെ എല്ലായിടത്തും ഫാമിലി പ്ലാനിങ് ആയി എന്നുള്ളത്. അപ്പോൾ കുടുംബാസൂത്രണം എത്താത്ത ഈ മേഖലയാണ് നാടോടികളുടെ മേഖല. ഒപ്പം ഇവരെ രക്ഷിതാക്കൾക്കാണെങ്കിൽ ഇതൊരു അവയർനെസ് കൊടുക്കാനായിട്ട് ആരും വരുന്നില്ല. അപ്പോൾ ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ഇവരെ ഒരു അവയർനെസ് കൊടുത്തിട്ട് ഈ കുടുംബാസൂത്രണ പദ്ധതി ഇവർ നടപ്പിലാക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും ഒരു കൊച്ചെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനത്തെ കുട്ടികൾ ജനിക്കുകയില്ല. ഈ കുട്ടികൾ എന്താണ്, അവർ ഇഞ്ചിഞ്ചായി മരിക്കുകയാണ് ഇവിടെ കിടന്നിട്ട്. ഇവരിങ്ങനെ ഭിക്ഷാടനത്തിന് വിടുന്നു, അല്ലെങ്കിൽ ബാലവേലയ്ക്ക് അയക്കുന്നു, അല്ലെങ്കിൽ കളവിന് വിടുന്നു. ദിവസേന ഇവർക്ക് അതിക്രൂരമായ മർദ്ദനങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത്, ഇങ്ങനെ ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിനെ നോക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും പ്രസവിക്കരുത് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. കാരണം ആ കൊച്ചിനെ പ്രസവിച്ച് വീണ്ടും തെരുവിലേക്ക് വിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ അവർക്ക് ബോധവൽക്കരണം കൊടുത്തിട്ട് അവരെ കുടുംബാസൂത്രണ പദ്ധതി അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് ചെറിയ പ്രോത്സാഹനം നൽകി അവരതിന് വിധേയമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. ഓരോ കുട്ടിയും തെറ്റെടുക്കുമ്പോൾ നിയമപരമായിട്ട് ഒത്തിരി ആനുകൂല്യങ്ങൾ ഫേവർ ആവണമെന്നത് കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ്. നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലോ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെപ്പോഴും മാതാപിതാക്കളുടെ കൂടെ കഴിയേണ്ട അവരാണെന്നാണ് നമ്മുടെ നിയമം വിശ്വസിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് അവർ ഇത്തരക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ജനസേവ, ശിശുഭവൻ പോലത്തെ ഏതെങ്കിലും ഒരു നല്ല ഒരു വിഭാഗത്തിലേക്ക് വിടുന്നതാണ് കൂടുതൽ. അപ്പോൾ എത്രത്തോളം അതിന് തടസ്സങ്ങൾ വരാറുണ്ട്? തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് സംരക്ഷിച്ച് കഴിയുമ്പോൾ ഒരു സങ്കടം എന്ന് പറയുന്നത്, ഈ മാതാപിതാക്കൾ അവരുടെ അവകാശത്തിൻ്റെ നിയമം വെച്ചിട്ട് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ആളുകൾ നിയമത്തിൻ്റെ ആ പഴുത് ഉപയോഗിച്ചിട്ട് നിയമപാലകരെ പോയി സമീപിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് കുറേ നിയമങ്ങൾ വേണം ഈ കുട്ടികളെ രക്ഷിക്കണേ, നിയമം പാലിക്കേണ്ടി വരിക്കുന്നു. ഇപ്പോൾ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ 26 മണിക്കൂറിനുള്ളിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWCയെ കാണിക്കണം, അവരൊരു ഉത്തരവ് വാങ്ങണം. ആ ഉത്തരവ് വാങ്ങി അവർ താൽക്കാലിക സംരക്ഷണം നമുക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ചാൽ മാത്രമേ നമുക്കവരെ തൽക്കാലം രക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വേറെ സങ്കടം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ സംരക്ഷിച്ച് വരുമ്പോഴായിരിക്കും ഇവരെ രക്ഷിതാക്കൾ അവിടെ വന്നിട്ട് ഞങ്ങൾ കുട്ടികൾ വേണമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ CWC പോയി അവിടെ പോയി അനുവാദം മേടിച്ചിടാൻ പറയും. ഇവരവിടെ ചെന്ന് എൻ്റെ മക്കളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രദർശനം കാണിക്കും. അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ ഒരു 99% നിയമപാലകരും അവർ പറയണതെന്ന് വെച്ചാൽ രക്ഷിതാക്കളല്ലേ, അവർ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ കൊടുത്ത് ജനസേവയ്ക്ക് പറഞ്ഞയക്കുകയാണ്. വളരെ സങ്കടകരമായ അവസ്ഥയാണ് അവർ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഉദ്യോഗസ്ഥരെയും കുറ്റം പറയുന്നതല്ല, അവർ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുകയാണ്. അവരിപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അവിടെ ഒരു ഫയലാവുന്നുണ്ട്.
ആ കുട്ടിയുടെ സർവേ അവർ നോക്കണം, ആ കുട്ടിയുടെ ക്ഷേമം നോക്കണം. അങ്ങനെ ഒരു സർവേ വരുമ്പോൾ അവർ ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ മാതാപിതാക്കൾക്ക് കൊടുത്തെന്ന് പറയുമ്പോൾ വളരെ എളുപ്പമായി. ആ ഫയൽ ക്ലോസ് ചെയ്തു. കൊച്ചു പിന്നെ എവിടെ പോകുന്നു? കൊച്ചു രക്ഷിതാക്കളോട് പോയിട്ട് വീണ്ടും തെരുവ് തന്നെ പോരാണ്. ഇപ്പോൾ ചൈൽഡ് ലൈൻ എന്ന ഒരു ഇന്ത്യയിലെ എല്ലാ ജില്ലയിലുള്ള സംഘടനയാണ് ചൈൽഡ് ലൈൻ. കുട്ടികളുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ് ചൈൽഡ് ലൈൻ. ഞാനൊരു എൻ്റെ കണക്കിൽ ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർ വളരെ നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഒത്തിരി കുട്ടികളെ അവർ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ബാലവേലയിൽ നിന്നും കഴിഞ്ഞ വർഷം തന്നെ ചൈൽഡ് ലൈൻ രക്ഷപ്പെടുത്തിയ കുട്ടികളെ കണക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 1000-ൽ പരം കുട്ടികളായിരിക്കും. പക്ഷേ അതിനകത്തൊരു സങ്കടം എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികളൊക്കെ വീണ്ടും 99% കുട്ടികളും വീണ്ടും ഇപ്പോൾ വേറെ എവിടെയെങ്കിലും തെരുവിൽ കിടക്കായിരിക്കും. എന്ന് വെച്ചാൽ ഇവരെ ബാലവേലയിൽ നിന്നും ഏതെങ്കിലും വീട്ടിൽ പണിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടലിൽ പണിക്കുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തുന്നു, വീണ്ടും നിയമപാലകരെ ഏൽപ്പിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് ഇവരെ രക്ഷിതാക്കൾ കണ്ടെത്തി കൊടുക്കുന്നു. രക്ഷിതാക്കൾക്ക് വേണ്ടാത്ത കുട്ടികളാണല്ലോ ഇങ്ങനെ വരുന്നത്. പക്ഷെ അതാണ് നമ്മുടെ. അപ്പോൾ ഇവർക്കൊരു പുനരധിവാസം, ഇവർക്കൊരു സംരക്ഷണം, അത് ഉറപ്പുവരുത്തുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ നമുക്കുണ്ടാവണം. ഇപ്പം കേന്ദ്ര സർക്കാർ ഒരു വലിയ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ബാലവേല 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നത് വളരെ തെറ്റാണെന്നും ബാലവേല നിരോധന നിയമം നമുക്ക് നടപ്പിലാക്കണമെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം വളരെ സന്തോഷകരമാണ്, വളരെ ആശ്വാസകരമാണ്. പക്ഷേ ആ നിയമം പറയുമ്പോൾ തന്നെ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതി നിയമത്തിലെങ്കിലും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയണത്, അങ്ങനെ എവിടെയെങ്കിലും ജീവിച്ചു പോകുന്ന കുട്ടികളെ വീണ്ടും അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് വീണ്ടും ഈ രക്ഷിതാക്കൾ കൈമാറുമ്പോൾ രക്ഷിതാക്കൾക്ക് വേണ്ടാത്ത കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. രക്ഷിതാക്കൾ നോക്കാത്ത കുട്ടികൾ, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് നോക്കാൻ പറ്റാത്ത കുട്ടികൾ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി രോഗികളായവർ, അങ്ങനെയുള്ളവരുടെ കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ ബാലവേലയ്ക്ക് വിൽക്കുന്നവർ. അപ്പോൾ അവർക്ക് വീണ്ടും തിരിച്ചേൽപ്പിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ ഇതുപോലെ ജനസേവ പോലെയുള്ള സ്ഥാപനങ്ങൾ, നല്ല സ്നേഹവും സന്തോഷവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യക്ക് ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സാമൂഹ്യ ദ്രോഹികളാവുന്നത് ആരൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ ദ്രോഹികളാവുന്നത് ഈ നാടോടിയുള്ള മക്കളായിരിക്കും. മനുഷ്യ ബോംബുകളായി വരുന്ന മക്കൾ ഇവരായിരിക്കും. അക്രമം ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇന്ത്യയിൽ കിടക്കുകയാണ്. കോടിക്കണക്കിന് കുട്ടികളാണ് ഇങ്ങനെ വരുന്നത്. ഇവർ വളർന്നു വരുമ്പോൾ ഭാവിയിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച്, ഇങ്ങനെയുള്ള കുട്ടികളെ രക്ഷിച്ച് അവർക്ക് ജീവിതം നൽകുന്ന ഒരു എന്താ പറയുക, മഹത്തായ ഒരു യജ്ഞം സർക്കാർ ചെയ്യേണ്ടത് ആ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് തന്നെ അത് ചെയ്യണമെന്നാണ് ഞാൻ പറയാനുള്ളത്. അപ്പോൾ ജനസേവ പോലെയുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ മനസ്സിലുള്ളത്, എല്ലാ പഞ്ചായത്തിൽ തന്നെ ഒരു ഗേൾസ് ഹോമും ഒരു ബോയ്സ് ഹോമും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടാവുകയാണെങ്കിൽ, ആ പഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ തെരുവ് മക്കളുടെ ഒരു ഇന്ത്യ എന്ന ഒരു വലിയ സ്വപ്നം നമുക്ക് സാധിക്കും. അതിനൊക്കെ വേണ്ടിയാണ് ജനസേവ പ്രവർത്തിക്കുന്നത്. ജനസേവ ഇപ്പോൾ 300 കുട്ടികളെ സംരക്ഷിച്ചു, അവരെ മാത്രം നോക്കി ഞങ്ങൾ ആ ഒരു ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ഞങ്ങളുടെ മനസ്സിലുള്ളത് തെരുവ് മക്കളുടെ ഒരു ഇന്ത്യ സൃഷ്ടിക്കുക, അതിനെ എല്ലാവരുമായിട്ട് കൈകോർക്കുക, അങ്ങനെ ഒരു നല്ലൊരു രാജ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.